Stand up for Jesus, ye soldiers of the cross. Lift high his royal banner, it must not suffer loss. From victory unto victory, his army shall he lead, till every foe is vanquished, and Christ is Lord indeed. Stand up for Jesus, stand in his strength the Lord. The arm of flesh will fail you, ye dare not trust your own. Put on the gospel armor, and watching unto prayer, when duty calls on danger, be never wanting there. Warm greetings to all my viewers in the mighty name of our Lord and Savior Jesus Christ. പൗലോസ്ലിഹ പറയുന്നു, യേശുക്രിസ്തുവിനെ കർത്താവെന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാർ എന്നുമത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. We don't go around preaching about ourselves, but about Christ Jesus as Lord. All we say of ourselves is that we are your slaves because of what Jesus has done for us. Dear sisters and brothers in Christ, യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ പറ്റിയാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. ദൈവത്തെപ്പറ്റിയും ദൈവരാജ്യത്തെപ്പറ്റിയും യേശുക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തി തന്നു. തൻ്റെ ശിഷ്യന്മാരും ഇതുപോലെ തന്നെ ചെയ്യണം, അതിനുവേണ്ടിയാണ് യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്. ഇന്നത്തെ പ്രധാന വചനപാഠമാണ് വിശുദ്ധനായ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. യേശു ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്നു പേരുള്ള ശീമോൻ, അവൻ്റെ സഹോദരനായ അന്ത്രയോസ് എന്നിങ്ങനെ മീൻപിടിക്കാരായ 2 സഹോദരന്മാർ കടലിൽ വല വീശുന്നത് കണ്ടു. എൻ്റെ പിന്നാലെ വരുവീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് അവരോട് പറഞ്ഞു. ഉടനെ അവർ വല വിട്ടേച്ച് അവനെ അനുഗമിച്ചു. അവിടെ നിന്ന് മുമ്പോട്ട് പോയാറെ സെബദിയുടെ മകൻ യാക്കോബും അവൻ്റെ സഹോദരൻ യോഹന്നാനും എന്ന വേറെ 2 സഹോദരന്മാർ പടകിലിരുന്ന് അപ്പനായ സെബദിയുമായി വല നന്നാക്കുന്നത് കണ്ട് അവരെയും വിളിച്ചു. അവരും ഉടനെ പടകിനെയും അപ്പനെയും വിട്ട് യേശുവിനെ അനുഗമിച്ചു. ക്രിസ്തു ശിഷ്യന്മാരാകുവാനുള്ള വിളിയാണ് ഈ വേദഭാഗത്ത് നാം കാണുന്നത്. പത്രോസിനെ വിളിക്കുന്നു, അന്ത്രയോസിനെ വിളിക്കുന്നു, യാക്കോബ്, യോഹന്നാൻ, ഇങ്ങനെ 4 പേരെയാണ് ആ സമയത്ത് യേശുക്രിസ്തു വിളിച്ചത്. അവരെല്ലാം മീൻപിടിക്കാരായ മുക്കുവർ ആയിരുന്നു. ഇവിടെ യേശുവിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? എന്താണ് യേശുക്രിസ്തു പഠിപ്പിച്ചത്? സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ പാപം ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുവീൻ. ഇതായിരുന്നു യേശുക്രിസ്തുവിൻ്റെ പ്രസംഗം. ഈ വിഷയത്തെപ്പറ്റിയായിരുന്നു യേശുക്രിസ്തു സംസാരിച്ചത്. പാപം വിട്ട് ഒഴിയുക, മാനസാന്തരപ്പെടുക, കാരണം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവത്തോട് അടുക്കുന്നവൻ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ അർഹത നേടുന്നവർ തങ്ങളുടെ പാപം ഉപേക്ഷിക്കണം. അവിടെ പാപത്തിന് സ്ഥാനമില്ല.
മാനസാന്തരപ്പെട്ട ഒരു ഹൃദയവുമായി വേണം ദൈവരാജ്യത്തിൽ നാം ആയിരിക്കുവാൻ. സ്ലീഹന്മാരെ സ്മരിക്കുന്നതിനായി 2 ആഴ്ചകൾ നാം മാറ്റിവെച്ചിരിക്കുന്നു, ഇന്നു മുതൽ അടുത്ത ശനിയാഴ്ച വരെ. എന്തിനാണ് ഈ ദിവസത്തെ നാം പ്രാധാന്യത്തോടെ കാണുന്നത്? എന്താണ് ഈ ദിവസങ്ങളിൽ നാം ചെയ്യുന്നത്? നാം ഒന്നും ചെയ്യുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യരായിട്ടില്ലാത്തവരെ ശിഷ്യത്വത്തിലേക്ക് വിളിക്കുവാനുള്ള ആ മഹാനിയോഗം നാം ഗൗരവമായി എടുത്തിട്ടില്ല. യേശുക്രിസ്തുവിനെ അനുഗമിക്കുവാൻ തക്കവണ്ണം, യേശുക്രിസ്തുവിങ്കിലേക്ക് മറ്റുള്ളവരെ ആദായപ്പെടുത്തുവാൻ, യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാക്കി തീർക്കുവാൻ നമുക്ക് മഹാനിയോഗം തന്നിരിക്കുകയാണ്, ദ ഗ്രേറ്റ് കമ്മീഷൻ. ആ മഹാനിയോഗം നാം എത്രമാത്രം ഗൗരവത്തോടെയാണ് എടുക്കുന്നത്? ആ മഹാനിയോഗത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് നാം നോമ്പ് നോൽക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വിളി അത് നാം വിസ്മരിച്ചുകൂടാ. യേശുക്രിസ്തു പറഞ്ഞു, കം അലോങ് വിത്ത് മീ, ഐ വിൽ ഷോ യു ഹൗ ടു ഫിഷ് ഫോർ ദ സോൾസ് ഓഫ് മെൻ. പാപാന്ധകാരത്തിൽ നിന്ന് സത്യവെളിച്ചത്തിലേക്ക് മനുഷ്യാത്മാക്കളെ പിടിച്ചു കയറ്റുന്നവരായി തീരുവാൻ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാന്മാരോട് ഇക്കാര്യമാണ് യേശു പറഞ്ഞു കൊടുത്തത്. അന്ന് അവർ വള്ളവും വലയും എല്ലാം വിട്ടിട്ട് യേശുവിനെ അനുഗമിച്ചു. യേശുവിൻ്റെ ആ വിളിയുടെ ശക്തി, അതിൻ്റെ ആ പ്രഭാവം അത്രമാത്രം വലുതായിരുന്നു. നാം ഇന്ന് എത്ര പേരെ വിളിക്കുന്നുണ്ട്? പാപാവസ്ഥയിൽ നിന്ന് സത്യവെളിച്ചമായ യേശുവിലേക്ക് കടന്നുവാ എന്ന് എത്ര പേരെ നാം വിളിക്കുന്നുണ്ട്? അവർ എന്തിനാണ് കടന്നു വരേണ്ടത്? അവർ കടന്നു വരേണ്ടത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു, യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞത്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടുക. സ്വർഗരാജ്യത്തിൻ്റെ ഒരു ഇനോഗ്രേഷനാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് നടത്തിയത്. അപ്പോൾ യേശുക്രിസ്തു ആയിരിക്കുന്ന, അല്ലെങ്കിൽ സാക്ഷാൽ ദൈവം എവിടെയായിരിക്കുന്നുവോ അവിടെയാണ് ദൈവരാജ്യം അഥവാ സ്വർഗരാജ്യം. അപ്പോൾ ഇന്ന് യേശുക്രിസ്തു ഭൂമിയിൽ സ്ഥാപിച്ച ആ സ്വർഗരാജ്യത്തിലാണ് യേശുവിനെ അനുഗമിക്കുന്നവർ ആയിരിക്കുന്നത്. ആ സ്വർഗരാജ്യത്തിലേക്ക് മറ്റുള്ളവരെ വിളിച്ചു ചേർക്കുക, അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നാം അവരെ വിളിച്ചു ചേർക്കണം. യേശുക്രിസ്തു നമ്മെപ്പറ്റി ഉദ്ദേശിക്കുന്നത് അതാണ്. നാം ഇന്ന് എന്താണ് ചെയ്യുന്നത്? നാം മാനസാന്തരത്തിലേക്കാണോ ജനങ്ങളെ നയിക്കുന്നത്, അതോ അവരെ കൊണ്ട് വീണ്ടും പാപം ചെയ്യിക്കുകയാണോ? ശിഷ്യന്മാരുടെ വിളിയും നിയോഗവും പുനഃപരിശോധിക്കുവാൻ ഇന്ന് നമുക്ക് കഴിയണം. ദൈവം ശിഷ്യന്മാരെ വിളിച്ചുവെങ്കിൽ, അല്ലെങ്കിൽ ഇന്നും നമ്മിൽ കൂടെ മറ്റുള്ളവരെ ദൈവം വിളിക്കുന്നുണ്ട് എങ്കിൽ അതിന് പല ഉദ്ദേശങ്ങളുമുണ്ട്. ഒന്നാമതായി, യേശുക്രിസ്തു നമ്മെ വിളിക്കുന്നത് നാം വിശുദ്ധരായി തീരുവാനാണ്. നാം മാനസാന്തരപ്പെട്ട് നമ്മുടെ പാപം ഉപേക്ഷിച്ച് വിശുദ്ധരായി തീരുവാനാണ്. വിശുദ്ധരായവർക്ക് മാത്രമേ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയുള്ളൂ. ദൈവരാജ്യത്തിൽ അങ്ങനെയുള്ളവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അതുകൊണ്ട് വിശുദ്ധിയിലേക്കാണ് യേശുക്രിസ്തു നമ്മെ ക്ഷണിക്കുന്നത്. പ്രവാചകനായ ഇരമ്യാവിനെ ദൈവം വിളിച്ച് വിശുദ്ധീകരിച്ച സംഭവം പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായി നാം കാണുന്നു. ദ ബുക്ക് ഓഫ് ജെറമായ
ചാപ്റ്റർ 1 വേഴ്സസ് 4-10. യഹോവയായ ദൈവം കൽപ്പിച്ചതൊക്കെയും താൻ തന്നെ രേഖപ്പെടുത്തിയതാണ് നാം ഇവിടെ വായിക്കുന്നത്. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിനു മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ, അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. അതിന് യഹോവ എന്നോട് അരുളി ചെയ്തത്, ഞാൻ ബാലൻ എന്ന് നീ പറയരുത്. ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം. നീ അവരെ ഭയപ്പെടരുത്. നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. പിന്നെ യഹോവ കൈനീട്ടി എൻ്റെ വായെ തൊട്ടു. ഞാൻ എൻ്റെ വചനങ്ങളെ നിൻ്റെ വായിൽ തന്നിരിക്കുന്നു. നോക്കുക, നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചു കളവാനും പണിവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വച്ചിരിക്കുന്നു എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു. യിരെമ്യാവിനെ പോലെ ദൈവം തിരഞ്ഞെടുക്കുന്ന ഓരോ വ്യക്തികളെയും ദൈവം തൻ്റെ ദൗത്യ നിർവഹണത്തിനു വേണ്ടി സജ്ജരാക്കും. അതിനുവേണ്ടി എക്യൂപ്പ് ചെയ്യും. അവരെ വിശുദ്ധീകരിക്കും. തൻ്റെ വചനങ്ങളെ അവരുടെ നാവിൽ ആക്കും. ഇവിടെ അവർ പറയുന്ന എക്സ്ക്യൂസസ് ഒന്നും ദൈവം അംഗീകരിക്കില്ല. കാരണം ദൈവം തൻ്റെ ഉദ്ദേശത്തിന് വേണ്ടിയാണ് അവരെ തിരഞ്ഞെടുത്തത്. ഇവിടെ ദൈവം പറയുകയാണ്, നീ അവരെ ഭയപ്പെടരുത്. കാരണം നിങ്ങളെ വിടുവിക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും തൻ്റെ ഭക്തന്മാരോടൊപ്പം ഉണ്ട്. താൻ ആരെയാണോ നിയോഗിച്ചയക്കുന്നത് അവരോടൊപ്പം ഉണ്ട്. ഇവിടെ യിരെമ്യാവിനെ വിശുദ്ധീകരിച്ച് ഏതെല്ലാം കാര്യത്തിനു വേണ്ടിയാണ് യിരെമ്യാവിനെ നിയോഗിച്ചത് എന്ന് നമുക്ക് നോക്കാം. I will tear down some and destroy them. ചിലതിനെയൊക്കെ ഞാൻ നിർമൂലമാക്കുകയും പൊളിക്കുകയും നശിപ്പിക്കുകയും ഇടിച്ചു കളയുകയും ഒക്കെ ചെയ്യും. And plant others and nurture them and make them strong and great. ചിലതിനെയൊക്കെ ഞാൻ നടുകയും പണിതെടുക്കുകയും ചെയ്യും. ഇങ്ങനെ പല ഉദ്ദേശങ്ങൾക്കായിട്ടാണ് ശിഷ്യന്മാരെ ദൈവം വിളിച്ചത്. യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ, അല്ലെങ്കിൽ ഇപ്പോഴും നമ്മെ വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കാത്തവരെ വിളിക്കുമ്പോൾ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആദ്യം നമ്മെ അവൻ വിശുദ്ധീകരിക്കും. അതിനുശേഷം തൻ്റെ വചനങ്ങളെ നമ്മുടെ വായിൽ ആക്കും. മറ്റുള്ളവരോട്, അന്ധകാരത്തിൽ കിടക്കുന്ന ജനങ്ങളോട് ദൈവത്തിൻ്റെ ആ അത്ഭുത പ്രകാശത്തിലേക്ക് കടന്നു വരുവാൻ ആഹ്വാനം ചെയ്യുവാനായി നമ്മെ അവൻ സജ്ജീകരിക്കും, ശക്തരാക്കും. നാം ഭയപ്പെടരുത് എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. കാരണം നമ്മെ വിടുവിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മോടൊപ്പം ഉണ്ട്. ദൈവത്തിൻ്റെ ശിഷ്യത്വത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്നവർ അവനെ സാക്ഷിക്കുന്നവരാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ ശിഷ്യത്വത്തിലേക്ക് കടന്നു വന്ന് ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പാകെ യേശുക്രിസ്തുവിനെ സാക്ഷിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരുവനായിരുന്നു പൗലോസായി തീർന്ന ശൗൽ. എങ്ങനെയാണ് ശൗൽ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് കടന്നു വന്നത്? എങ്ങനെയാണ് യേശുക്രിസ്തുവിനെ സാക്ഷിക്കുന്നവനായി ശൗൽ മാറിയത്? എന്തായിരുന്നു അതിനുള്ള മുഖാന്തിരം എന്ന് വിശദമാക്കുന്ന വേദഭാഗമാണ് ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 9 വേഴ്സസ് 10-17.
എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ഡമാസ്കസിലുണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസേ എന്ന് വിളിച്ചു. കർത്താവെ, അടിയനിതാ എന്ന് അവൻ വിളി കേട്ടു. കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവീഥി എന്ന തെരുവിൽ ചെന്ന് യൂദായുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്നു പേരുള്ളവനെ അന്വേഷിക്കുക. അവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസ് എന്നൊരു പുരുഷൻ അകത്തു വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തൻ്റെ മേൽ കൈവയ്ക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അതിന് അനന്യാസ്, കർത്താവേ, ആ മനുഷ്യൻ യെരൂശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തു എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു. ഇവിടെയും നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെയൊക്കെയും പിടിച്ചു കെട്ടുവാൻ അവന് മഹാപുരോഹിതന്മാരുടെ അധികാരപത്രമുണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവ് അനന്യാസിനോട്, നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുൻപിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. എൻ്റെ നാമത്തിനു വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടമനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവൻ്റെ മേൽ കൈവച്ചു. ശൗലേ സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മപൂർണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ അതേ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ അനന്യാസിന് ആദ്യം ഭയമായിരുന്നു. ദർശനത്തിൽ അനന്യാസിനോട് ഈ ശൗലിൻ്റെ അടുത്ത് ചെല്ലുവാൻ പറഞ്ഞപ്പോൾ അനന്യാസ് പറഞ്ഞു, കർത്താവേ, ആ മനുഷ്യൻ യെരൂശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തു, എനിക്ക് അങ്ങോട്ട് പോകാൻ വയ്യ എന്നുള്ളൊരു ധ്വനിയാണ് ആ സംസാരത്തിലുള്ളത്. പക്ഷേ ദൈവം തൻ്റെ ദർശനത്തിൽ അവനെ ഉറപ്പിക്കുകയാണ് ചെയ്തത്. ആ ഉറപ്പിന്മേലാണ് അനന്യാസ് പോകുന്നത്. ഒടുവിൽ ശൗലേ സഹോദര എന്ന് വിളിക്കുവാൻ തക്കവണ്ണം ഈ അനന്യാസിൻ്റെ ഹൃദയം ശൗലിനോട് ചാഞ്ഞു. അതായത് ദൈവത്തിൻ്റെ ശക്തി ഒരുവനിൽ വന്നാൽ, ദൈവത്തിൻ്റെ വചനം ഒരുവൻ കേട്ടു എന്നാൽ ആ മനുഷ്യൻ്റെ ഹൃദയത്തിന് രൂപാന്തരമാണ് സംഭവിക്കുന്നത്. ശൗലിനെ ഭയപ്പെട്ടിരുന്നവൻ ഒരു സഹോദരൻ എന്ന കണക്കെ ശൗലേ സഹോദര, നീ കാഴ്ച പ്രാപിക്കുക എന്ന് പറഞ്ഞ് അവൻ്റെ മേൽ കൈവയ്ക്കുവാൻ തക്കവണ്ണം ഇടയായി. നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷപ്പെട്ട് നിന്നോട് സംസാരിച്ച അതേ യേശു എന്ന കർത്താവാണ് എന്നെ നിൻ്റെ അടുക്കൽ അയച്ചത് എന്ന് പറയുവാൻ തക്കവണ്ണം ഈ അനന്യാസിനെ ദൈവം ബലപ്പെടുത്തി. ഇവിടെ കർത്താവ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഈ ശൗലിനെയാണ്. കർത്താവിൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. പക്ഷേ മറ്റ് 2 പേർ കൂടി ഇതിൽ ഉൾപ്പെടുവാണ്, യൂദായും അനന്യാസും. യൂദായുടെ ഭവനത്തിലാണ് അന്ധനായി മാറിയ ഈ ശൗൽ കയറി ചെന്നത്. അവിടെ താമസിക്കുകയാണ്. ഈ യൂദായുടെ അഡ്രസ് കർത്താവ് അനന്യാസിന് പറഞ്ഞു കൊടുക്കുകയാണ് സ്വപ്നത്തിൽ. അപ്പോൾ തന്നെ ഒരേ സമയം 2 പേർ ഒരേ ദർശനം കാണുകയാണ്, അനന്യാസും ശൗലും. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ശക്തി എത്രമാത്രമാണ്. ദൈവം ഒരുവനെ കണ്ടു എന്നിരുന്നാൽ അവനെ തൻ്റെ ശിഷ്യനാക്കി തീർക്കുവാൻ ദൈവം ഏത് വഴിയും സ്വീകരിക്കും. കർത്താവിൻ്റെ ഉദ്ദേശമാണ് തൻ്റെ ശിഷ്യന്മാരിൽ കൂടെ തൻ്റെ നാമം ഈ ലോകത്തിൽ നാം വഹിക്കുക എന്നുള്ളത്, അവനെ സാക്ഷിക്കുക എന്നുള്ളത്. അതിനുവേണ്ടി ആദ്യം ദൈവം നമ്മെ വിശുദ്ധീകരിക്കും. ആ ഒരു പ്രക്രിയയാണ് ഇവിടെ നടന്നത്. ശൗലിനെ നമ്മുടെ ദൈവം വിശുദ്ധീകരിച്ചു, അവനെ മെരുക്കി. ദൈവത്തിൻ്റെ ആ മഹാശക്തി, അവൻ ആലോചനയിൽ സമർത്ഥനാണ്. പ്രിയ സഹോദരങ്ങളെ,
അവനിൽ ആശ്രയിക്കുന്നവരെ അവൻ ഒരു നാളും ഉപേക്ഷിക്കില്ല. കർത്താവിൻ്റെ ശിഷ്യനായി തീരുക, അല്ലെങ്കിൽ അവൻ്റെ ശിഷ്യത്വത്തിൽ നാം ആയിരിക്കുക എന്നത് ഒരു വലിയ പദവിയാണ്. ഈ ദൈവത്തെ സാക്ഷിക്കുവാൻ ആർക്കാണ് മടി? നാം ഒരു തരത്തിലും അതിനൊരു വിഘാതമായി, ഒരു വിഘ്നമായി നിന്നുകൂടാ. നമ്മെ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി ജീവൻ വെച്ച ഈ യേശുവിനെ സാക്ഷിക്കുവാൻ നാം എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം. വിശുദ്ധീകരണത്തിനും സാക്ഷ്യത്തിനുമായി ശിഷ്യന്മാരെ വിളിച്ചിരിക്കുന്ന ദൈവം അവരെ കൂട്ടായ്മയ്ക്കും വിളിച്ചിരിക്കുകയാണ്. 2 Corinthians chapter 4 verses 1-6 നാം പഠിക്കുകയാണെങ്കിൽ ഈ ശിഷ്യന്മാർ യഥാർത്ഥത്തിൽ ആരാണ് എന്നവിടെ വ്യക്തമാക്കിയിരിക്കുന്നു. അവർ ജനത്തിൻ്റെ ദാസന്മാരാണ്. ഈ ഒരു ബോധമാണ് ശിഷ്യന്മാർക്ക് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. ജനത്തെ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് നടത്തുന്നവരും അങ്ങനെ വിശുദ്ധിയുടെ പാതയിലേക്ക് അവരെ ആനയിക്കുന്നവരും യേശുക്രിസ്തുവിനെ അവരോട് സാക്ഷിക്കുന്നവരും അവരുമായി കൂട്ടായ്മ ആചരിക്കുന്നവരും ആയിരിക്കണം. അപ്പോഴാണ് അവർ യഥാർത്ഥത്തിൽ ജനത്തിൻ്റെ ദാസന്മാരായി വർത്തിക്കുന്നത്. ഇവിടെ വേഴ്സ് 1 പറയുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷയുണ്ടാകയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. ദൈവത്തിൻ്റെ മഹാവലിയ കരുണയാലാണ് അവർക്ക് ശുശ്രൂഷ ഉണ്ടായത് എന്നുള്ള ബോധമുണ്ടാകുമ്പോൾ അവർ എത്രമാത്രം ഹമ്പിളായിട്ട് ദൈവസന്നിധിയിലായിരിക്കും. അതുപോലെ ജനത്തിൻ്റെ ദാസന്മാരായി പ്രവർത്തിക്കുവാൻ ആ ഹ്യൂമിലിറ്റി അവരെ സഹായിക്കും. ഈ അത്ഭുതകരമായ ജോലി ദൈവമാണ് തങ്ങൾക്ക് നൽകിയത് എന്നുള്ള ബോധം അവരെ ഭരിക്കണം. അതുപോലെ എപ്പോഴും ദൈവസന്നിധിയിലാണ് നിൽക്കുന്നത്. ആ ചിന്ത ഉള്ളപ്പോഴാണ് അവർ സത്യം സംസാരിക്കുന്നത്, ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കാതെ ഇരിക്കുന്നത്. It is God Himself in His mercy who has given us this wonderful work of telling His good news to others, and so we never give up. We do not try to trick people into believing. We are not interested in fooling anyone. We never try to get anyone to believe that the Bible teaches what it doesn't. All such shameful methods we forgo. We stand in the presence of God as we speak, and so we tell the truth, as all who know us will agree. ഇതിനെല്ലാം പ്രധാനമായും അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ മഹാവലിയ കരുണയാലാണ് ഈ ശുശ്രൂഷ തങ്ങൾക്ക് ലഭിച്ചത് എന്നുള്ള ബോധം അവർക്കുണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെയും സാധ്യമാകുന്നത്. വേഴ്സ് 3, എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്കത്രേ മറഞ്ഞിരിക്കുന്നു. ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ശിഷ്യന്മാർ പ്രസംഗിക്കുന്നത് ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷമാണ്. അതിൻ്റെ പ്രകാശനം ഇവർക്ക് ലഭിക്കാതിരിക്കുവാൻ തക്കവണ്ണം ഈ ലോകത്തിൻ്റെ അധിപതിയായ പിശാച്, ആ സാത്താൻ അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയിരിക്കുകയാണ്. If the good news we preach is hidden to anyone, it is hidden from the one who is on the road to eternal death. അവർ നിത്യനാശത്തിലേക്കുള്ള യാത്രയിലാണ്. Satan, who is the god of this evil world, has made him blind
unable to see the glorious light of the gospel that is shining upon him, or to understand the amazing message we preach about the glory of Christ, who is God. The glory of Christ is God himself. അതായത് യേശുക്രിസ്തു സാക്ഷാൽ ദൈവമാണ്. സാക്ഷാൽ ദൈവമായിരിക്കുന്ന യേശുക്രിസ്തുവിനെ പറ്റി ശിഷ്യന്മാർ സുവിശേഷിക്കുമ്പോൾ അത് അംഗീകരിക്കുവാൻ കൂട്ടാക്കാതിരിക്കുന്നവർ സാത്താൻ്റെ വലയിലകപ്പെട്ടവരാണ്. അവർ നിത്യനാശത്തിലേക്കുള്ള വഴിയിലാണ്. ഞങ്ങളെ തന്നെയല്ല, ക്രിസ്തുയേശുവിനെ കർത്താവെന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാർ എന്നും അത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. We don't go around preaching about ourselves, but about Christ Jesus as Lord. All we say of ourselves is that we are your slaves because of what Jesus has done for us. തങ്ങളെ തന്നെ പുകഴ്ത്തുന്ന പ്രസംഗകർ അല്ലെങ്കിൽ സുവിശേഷകർ ഉള്ള ഈ ലോകത്തിൽ വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ പറയുകയാണ്, തങ്ങളെ തന്നെ അല്ല സുവിശേഷകന്മാർ പ്രസംഗിക്കേണ്ടത്, തങ്ങൾ ആരാണ് എന്നുള്ള കാര്യമല്ല പ്രസംഗിക്കേണ്ടത്. യേശുക്രിസ്തു ആണ് കർത്താവ്, അതാണ് പ്രസംഗ വിഷയം. എല്ലായിടത്തെയും എപ്പോഴത്തെയും പ്രസംഗ വിഷയം യേശുക്രിസ്തുവാണ് കർത്താവ് എന്നുള്ളതാണ്. We don't go around preaching about ourselves, but about Christ Jesus as Lord. All we say of ourselves is that we are your slaves because of what Jesus has done for us. യേശുക്രിസ്തു എന്താണ് നമുക്ക് വേണ്ടി ചെയ്തത് എന്ന് ധ്യാനിക്കുമ്പോൾ, എന്ന് ഓർക്കുമ്പോൾ, ഈ ശിഷ്യന്മാർ ജനത്തിൻ്റെ ദാസന്മാരായി വർത്തിക്കും. അത് ഓർക്കാത്തവരാണ് അവരെ ഭരിക്കുന്നത്. അല്ലെങ്കിൽ ജനത്തെ ദാസന്മാരായി കാണുന്നത്. For God who said, "Let there be light in the darkness," has made us understand that it is the brightness of His glory that is seen in the face of Jesus Christ. യേശുക്രിസ്തുവിൻ്റെ മുഖത്തെ ആ മുഖ തേജസ് സാക്ഷാൽ ദൈവ തേജസ്സാണ്. അത് ദൈവം തന്നെയാണ്, സാക്ഷാൽ ദൈവമായവൻ. പ്രിയ സഹോദരങ്ങളെ, ഈ സൺഡേയിൽ നാം ശിഷ്യന്മാരെ പറ്റി സംസാരിക്കുമ്പോൾ, അവരെപ്പറ്റി നാം പഠിക്കുമ്പോൾ, അവർ എങ്ങനെയുള്ളവർ ആയിരിക്കണം, അവർ ജനത്തിന് ദാസന്മാരായിരിക്കുവാൻ പൗലോസ് അപ്പോസ്തലൻ നമ്മോട് പറയുകയാണ്. യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടായിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇത് നമ്മോട് പറയുന്നത്. Make people understand that it is the brightness of God's glory that is seen in the face of Jesus Christ. തങ്ങളെപ്പറ്റി തന്നെ പ്രസംഗിക്കുന്നവരായിട്ടല്ല, യേശുക്രിസ്തുവിനെ കർത്താവ് എന്ന് പ്രസംഗിക്കുന്നവരാകണം ശിഷ്യന്മാർ. യേശുക്രിസ്തുവിൻ്റെ മുഖത്തെ ആ മുഖ തേജസ് സാക്ഷാൽ ദൈവപ്രതിമയായ യേശുക്രിസ്തുവിൻ്റെ മുഖത്തെ ആ തേജസ്, അത് ദൈവത്തിൻ്റെ മഹത്വം തന്നെയാണ്. ആ ഒരു അവബോധമാണ് ശിഷ്യന്മാർ ജനങ്ങൾക്ക് കൊടുക്കേണ്ടത്. May the grace of our Lord Jesus Christ be with you till we meet again with yet another episode. I bless you in Jesus' name. Amen.